വയനാട്ടിലെ ജനതയ്ക്ക് കാരുണ്യ സ്പർശവുമായി വിദ്യാർത്ഥികളും. കുറുമശ്ശേരിയിലെ ശ്രീയ കുടുക്ക പൊട്ടിച്ചു കിട്ടിയ 1231 രൂപയും നീരിക്കോട് സ്വദേശി ആയിഷ തന്റെ സമ്പാദ്യവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ജില്ലാ കളക്ടർ NS K ഉമേഷിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി P രാജീവ് സഹായം ഏറ്റുവാങ്ങി. കുറുമശ്ശേരിയിലെ ശ്രീയ കുടുക്ക പൊട്ടിച്ചു കിട്ടിയ 1231 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നീരിക്കോട് സ്വദേശി സിറാജുദ്ദീന്റെ മകൾ 8ാം ക്ലാസ്സുകാരി ആയിഷയും തന്റെ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. മന്ത്രി P രാജീവിന്റെ കളമശ്ശേരിയിലെ ഓഫീസിൽ ജില്ലാ കളക്ടർ NS K ഉമേഷിന്റെ സാന്നിധ്യത്തിൽ സഹായം ഏറ്റുവാങ്ങി. സീഷോർ ഗ്രൂപ്പിൽ നിന്ന് മുഹമ്മദ് അലി 50 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 20 ലക്ഷം രൂപ നൽകി. യൂട്യൂബർമാരായ ജിസ്മയും വിമലും 2 ലക്ഷം രൂപ കൈമാറി. തൃക്കാക്കര സഹകരണ ആശുപത്രി 10 ലക്ഷം രൂപയും പള്ളുരുത്തി സഹകരണ ബാങ്ക് 10 ലക്ഷം രൂപയുമാണ് സംഭാവന നൽകിയത്. കൊച്ചിൻ ക്യാൻസർ സെന്റർ 1 ലക്ഷം രൂപ നൽകി. വട്ടപ്പറമ്പ് വെളിയത്ത് വീട്ടിൽ രഞ്ജിത് രാജൻ 1 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാടും വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.